ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അമീസ് കിച്ചൻ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ജ്യൂസാണ്, ഗ്രേപ്പ് ജ്യൂസാണ്. അപ്പം അതെങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള മുന്തിരി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. അങ്ങനെ നമ്മുടെ മുന്തിരി ഇവിടെ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ മുകളിലത്തെ ആ സ്കിൻ ഇങ്ങനെ പൊട്ടിയിട്ട് ഉള്ളിലത്തെ പൾപ്പ് കാണുന്നുണ്ട്. ആ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ഐസ് വാട്ടറിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് അങ്ങനെ എടുക്കാം. അതിൽ തൊലി മാത്രമായിട്ട് വേവിച്ചിട്ട് അങ്ങനെ ജ്യൂസാക്കി എടുക്കാം. ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നാണ് പൾപ്പ് എടുക്കുന്നത്. ഞാൻ ഇതിലത്തെ പൾപ്പ് എടുക്കുന്നില്ല. ഞാൻ മൊത്തത്തിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് അങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ആദ്യം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുന്തിരിയിൽ നിന്ന് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് എടുത്ത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പൾപ്പ് എടുത്ത് മാറ്റുമ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന തൊലി നമ്മൾ ആദ്യം മുന്തിരി ഇട്ട് തിളപ്പിക്കുന്ന ആ വെള്ളത്തിലോട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ നമ്മുടെ മുന്തിരി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഈ ജ്യൂസും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൾപ്പും രണ്ടും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു അരമണിക്കൂർ തണുപ്പിക്കാൻ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനും, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസും കൂടെയാണ്. അപ്പം അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.